ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിലെ 10th ചാപ്റ്റർ ആണ് ജന്തുവിശേഷങ്ങൾ അല്ലെങ്കിൽ ആനിമൽ ലോർ എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആനിമൽസിന്റെ പല വിശേഷങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിലെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇതാണ്ട് വളരെ ലിമിറ്റഡ് ടൈമിൽ ഓടിച്ച് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, വംശം നിലനിർത്താൻ വേണ്ടി ജീവികൾ സ്വീകരിക്കുന്ന 2 മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 2 മാർഗങ്ങൾ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഹ്യൂമൻസ് നമ്മൾ എങ്ങനെയാണ് വംശം നിലനിർത്തുന്നത്? ബൈ ഗിവിംഗ് ബർത്ത് ആണ് അല്ലേ, പ്രസവിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ബേർഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ബേർഡ്സ് എന്താ ചെയ്യുന്നത്? അവർ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വംശം നിലനിർത്താൻ വേണ്ടി സ്വീകരിക്കാൻ പറ്റുന്ന 2 മാർഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, നമുക്കൊരു മാർഗമായിട്ട് ബൈ ലേയിങ് ആൻഡ് ഹാച്ചിങ് ഓഫ് എഗ്, മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു എന്ന് പറയാം. രണ്ടാമത്തെ മാർഗമായിട്ട് ബൈ ഗിവിംഗ് ബർത്ത് ടു ബേബീസ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നു. നമ്മുടെ വീട്ടിലെ കോഴി എന്താ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലെ കോഴി മുട്ടയിട്ട് അടിയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് എഗ്സ് മാത്രമേ നമുക്ക് ഈ ഒരു മാർഗത്തിലൂടെ വിരിയിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് കുറേ കോഴി കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണമെങ്കിലോ, നമ്മളിത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ താപമൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറേ മുട്ടകൾ ശേഖരിച്ച് അത് നമ്മളിങ്ങനെ താപം കൊടുത്ത് അതിനെ വിരിയിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വിളിക്കുന്നതിന് പേരെന്തായിരുന്നു? ഇൻക്യുബേറ്ററിൽ ഇരുത്തുക, അല്ലെങ്കിൽ ഇൻക്യുബേഷൻ എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യലി ഇങ്ങനെ ധാരാളം മുട്ടകൾ വിരിയിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മുട്ട വിരിയിക്കുന്നതിന്റെ കുറേ രീതികളൊക്കെ ഉണ്ട്. അതായത് ഓരോരുത്തരും ഇങ്ങനെ അടയിരിക്കുന്ന കാലാവധി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ കോഴിയുടെ കേസാണെങ്കിൽ എത്രയായിരിക്കും? 21 ദിവസം. അതായത് മുട്ടയ്ക്ക് അടയിരുന്ന് 21 ദിവസം നമ്മുടെ കോഴി തള്ള ആ കോഴിയുടെ മുട്ടയ്ക്ക് അടയിരുന്നാൽ 22ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആ മുട്ട പൊട്ടിച്ചിട്ട് ആര് വരും? നമ്മുടെ കോഴിക്കുഞ്ഞ് വരും. അതുപോലെ തന്നെ ഓരോ ബേർഡ്സിന്റെയും ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഇവിടെ ഇതാന്റെ കുറച്ച് ബേർഡ്സിന്റെ പേരും അവരുടെ ഇൻക്യുബേഷൻ പീരീഡിന്റെ ആ ഒരു കാലാവധിയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, കോഴിക്ക് എത്ര ദിവസം വേണമെന്ന് നമ്മൾ പറഞ്ഞ് 21 ഡേ വേണം. അതുപോലെ തന്നെ പ്രാവിന് എത്ര വേണം? 14 ഡേ വേണം. അതേ ദിവസത്തെ ആ ഒരു കാലാവധി തന്നെയാണ് നമ്മുടെ സ്പാരോ അല്ലെങ്കിൽ കുരുവിക്കുള്ളത്. എങ്കിലും നമ്മുടെ ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷിക്കോ 42 ദിവസം ആ ഒട്ടകപ്പക്ഷി തന്റെ മുട്ടയുടെ മേലെ ഇങ്ങനെ അടയിരിക്കണം. അതുപോലെ തന്നെ ലവ് ബേർഡ്സിനാണെങ്കിൽ 20 to 25 ഡേയ്സ് ആണ്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇതുപോലെ തന്നെ പക്ഷികളെ ഇങ്ങനെ നിരീക്ഷിച്ചത് കൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ യൂഷ്വലി നമുക്ക് പക്ഷി നിരീക്ഷണത്തിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗ്, രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ വൈകുന്നേരമായിരിക്കും. അല്ലാതെ ഒരിക്കലും നമ്മൾ നട്ടുച്ചയ്ക്കൊന്നും നമ്മൾ പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടി പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ, ഒച്ചയൊന്നും ഉണ്ടാക്കാതെ ആ പക്ഷികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തീറ്റയൊക്കെ കരുതി വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പക്ഷികളെ നിരീക്ഷിക്കാൻ. ഇങ്ങനെ പക്ഷികളെ നിരീക്ഷിക്കുന്നതിനോട് കൂടെ തന്നെ നമുക്ക് എന്താണ്, പക്ഷികളുമായി ബന്ധപ്പെട്ട ധാരാളം ഇൻഫർമേഷൻസ് കിട്ടും. എന്തൊക്കെ കിട്ടും? അതിന്റെ കളറ്, സൈസ്, ഷേപ്പ്, അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് മോഡ് ഓഫ് പ്രൊക്യൂറിങ് ഫുഡ്, അതായത് അവരെങ്ങനെയാണ് അവരുടെ ആഹാര രീതി എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് ആഹാരം സമ്പാദിക്കുന്നത്, അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ അവയുടെ കൊക്കിന്റെയും കാലിന്റെയും ഒക്കെ ആ ഒരു സ്പെഷ്യാലിറ്റി തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ കാക്കയുടെയും അതുപോലെ തന്നെ മരംകൊത്തിന്റെയും ഒക്കെ എന്താണ്, എല്ലാം ഡിഫറെന്റ് ആണ് അല്ലെ. പരുന്തിന്റെ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ തൂവലിന്റെ പ്രത്യേകത, അവർ പറക്കുന്ന രീതി, അവരുടെ സൗണ്ട്, അവരുടെ കൂടുകളുടെ പ്രത്യേകത, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഈ ബേർഡ് വാച്ചിങ്ങിലൂടെ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇവിടെ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയുന്ന കേസാണ്, നമ്മുടെ നാട്ടിൻപുറത്ത് കാക്കകളെ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ വേഴാമ്പലുകളെ നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താണ്? വേഴാമ്പൽ എന്നൊക്കെ പറഞ്ഞാൽ ചില സീസണിൽ മാത്രം നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരം ബേർഡ്സിനെയാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. അതായത് ഒന്നുകിൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചോ, അല്ലെങ്കിൽ ഫുഡ് സെർച്ച് ചെയ്ത് വരുന്നതോ, അല്ലെങ്കിൽ മുട്ടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ വംശവർദ്ധനം നടത്തുന്നതിന് വേണ്ടിയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതുപോലെ ദീർഘദൂരം ഇങ്ങനെ പറന്നു വരുന്ന അത്തരം പക്ഷികളെയാണ് നമ്മൾ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം ദേശാടനം നടത്തുന്ന കുറച്ച് പക്ഷികളുടെ പേരുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ ദേശാടനം നടത്തുന്ന 2-3 പക്ഷികളുടെ പേരാണ്. ഒന്ന് നമ്മുടെ നാഗമോഹൻ, ഒന്ന് നമ്മുടെ വാലുകുലുക്കി പക്ഷി, ഒന്ന് മണൻ പുള്ളികൾ, അതുപോലെ തന്നെ മഞ്ഞക്കിളി. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പക്ഷികൾ മാത്രമൊന്നും അല്ല ദേശാടനം നടത്തുന്നത്. നമ്മുടെ സാൽമൺ മത്സ്യത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ? സാൽമൺ മത്സ്യം
സാൽമൺ മത്സ്യം ഇതുപോലെ തന്നെ കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് പസഫിക് സമുദ്രത്തിൽ നിന്നും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് വടക്കേ അമേരിക്കൻ നദികളിലാണ് അത് ആ ഒരു യാത്ര അവസാനിക്കുന്നത്. അവിടെ നിന്നിട്ട് മുട്ടയിട്ടിട്ട് പിന്നെ അത് തിരിച്ചു വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും അത് ചത്തുപോകും. എന്നിട്ട് അവിടെ മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ എന്താണ് പിന്നെ ഇത്രയും ദൂരം തിരിച്ച് യാത്ര ചെയ്ത് പസഫിക് സമുദ്രത്തിലെത്തും. അപ്പൊ ഈ ദേശാടന പക്ഷികൾ മാത്രമൊന്നുമല്ല, ഇതുപോലെ ചെറിയ രീതിയിൽ ദേശാടനം നടത്തുന്ന മത്സ്യങ്ങളും എന്താണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്. എന്നാണ്? നവംബർ 12. അതിന്റെ പ്രത്യേകത, അന്ന് നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? യെസ്, ഡോക്ടർ സലീം അലി, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ പറയുന്ന നവംബർ 12 എന്ന് പറയുന്നത്. അത് കൂട്ടുകാർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുക. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ആനിമൽസിനെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻസെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ റെപ്റ്റൈൽസ് ഉരകങ്ങളായിട്ടും അതുപോലെ തന്നെ മത്സ്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ എന്താണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ വേറൊരു രീതിയിലും കൂടി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്തൊക്കെയുണ്ട്? ഫ്രോഗ് ഉണ്ട്, സലമാൻഡർ ഉണ്ട്, സിസിലിയൻ ഉണ്ട്. ഇതിന് രണ്ടിനും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അങ്ങനെ ഇത്തരത്തില് കരയിലും വെള്ളത്തിലും കൂടി ജീവിച്ച് തന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടലിലുള്ള ജീവികളെ നമ്മൾ ഒറ്റവാക്കി വിളിക്കുന്ന പേരാണ് ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ്. അവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ അവർക്ക് കരയിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾസ് കുറച്ചുണ്ട്. തവളയുണ്ട്, സാലമാൻഡർ, ന്യൂട്ട്, സിസിലിയൻ, അതിന്റെ കൂടെ തന്നെ ആക്സോലോട്ടൽ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞതൊക്കെ എന്താണ്? നമ്മുടെ ഉഭയജീവികൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ പഠിച്ചത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ തവള എന്ത് ചെയ്തു? മുട്ടയിട്ടു. അങ്ങനെ തവള മുട്ടയിട്ടിട്ട് ഉണ്ടായി വരുന്നത് തവള തന്നെയാണോ? അല്ല, നേരെ മറിച്ച് വാൽമാക്രി എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സ്വന്തം ചാട്ട്പോൾ. ഓക്കെ, വാൽമാക്രി എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ചാട്ട്പോൾ. അതായത് ഇവിടെ നമുക്കറിയാം ചില ജീവികൾ മുട്ടയിട്ടുണ്ടാവുന്ന ജീവജാലങ്ങള് അവരുടെ മാതൃജീവിയോട് യാതൊരുവിധ സാദൃശ്യവും ഉണ്ടാവത്തില്ല. നമ്മുടെ വാൽമാക്രിയും നമ്മുടെ തവളയും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ? ഇല്ല അല്ലെ? അങ്ങനെ അവർ തമ്മിൽ യാതൊരുവിധ സാദൃശ്യവും ഇല്ലെങ്കിൽ അത്തരം ആ ഒരു ഉണ്ടായി വരുന്ന രൂപത്തിനെയാണ് നമ്മൾ ലാർവകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ ലാർവകൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ വാൽമാക്രി ഇങ്ങനെ പല പല സ്റ്റേജിലൂടെ പോയിട്ടാണ് പിന്നീട് അതിന്റെ മാതൃജീവിയായ തവളയുടെ രൂപസാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ഘട്ടം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേടാ, നമ്മുടെ സ്വന്തം തവളച്ചേട്ടനാണ്ട് ഇവിടെ ഉണ്ട്. തവളച്ചേട്ടൻ ഇതാ മുട്ടയിടുന്നു. മുട്ടയിട്ടിട്ട് ആരാ ഉണ്ടായത്? ടാഡ്പോൾ അല്ലെങ്കിൽ വാൽമാക്രി ആണുള്ളത്. അപ്പൊ ഇതാണ്ട് മാതൃജീവിയോട് ഒരു സാദൃശ്യം ഇല്ലാത്ത ജീവിയാണ് മുട്ട വിരിഞ്ഞുണ്ടായത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ലാർവകൾ എന്ന് നമ്മൾ പറയുന്നത്. ആ ടാഡ്പോളിന് പിന്നെ പല പല മാറ്റങ്ങൾ വന്നു. ആദ്യം എന്താണ്? 2 കാലുണ്ടായി, പിന്നെ എന്താണ്? 4 കാലുണ്ടായി, പിന്നെ എന്താണ്? അതിന്റെ ആ ഒരു ചെയിൽ, അതിന്റെ ആ വാലൊക്കെ അതിന്റെ ആ വലിപ്പം കുറഞ്ഞു വന്ന് അവസാനമാണ് മാതൃജീവിയോട് സാദൃശ്യമായത്. അപ്പൊ ഈ ഒരു വളർച്ചാ ഘട്ടം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റമോർഫോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ തവളയുടെ കേസിൽ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ ലാർവകൾ എന്താണ് എന്ന് ഓർത്ത് വെക്കുക. ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതാണ്. ഇതാണ് ലാർവകൾ എന്ന് പറയുന്നത്. ഇനി മെറ്റമോർഫോസിസ് അല്ലെങ്കിൽ രൂപാന്തരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് മാതൃജീവിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയായിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. അപ്പൊ തവളയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കൊതുക് എടുക്കാം. കൊതുകിന്റെ കേസിൽ നോക്ക്. ഇതാണ്ട് നമ്മുടെ കൊതുക് ഇതാണ്ട് മുട്ടയിടുന്നു. കൊതുക് മുട്ടയിട്ടിട്ട് എന്താ ഉണ്ടാവുന്നത്? നമ്മൾ കൂത്താടി അല്ലെങ്കിൽ വ്രിംഗ്ലർ എന്ന് പറയുന്ന ഒരു ആളാണ് ഉണ്ടായി വരുന്നത് അല്ലെ? ആ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കൊതുകിനെ പോലെ ഒന്നുമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ലാർവ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് ഇതുപോലെ തന്നെ പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് അവസാനം അതിന്റെ മാതൃജീവിയായ കൊതുകിന്റെ രൂപത്തിൽ എത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പൂമ്പാറ്റ എടുക്കാം. പൂമ്പാറ്റയും ഇതാണ്ട് നമ്മുടെ മാതൃജീവിയായ വലിയ പൂമ്പാറ്റ ഇതാണ്ട് മുട്ടയിട്ടു. ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് എന്താണ്? പൂമ്പാറ്റയാണോ? അല്ല, നേരെ മറിച്ച് പുഴുവാണ്. ആ പുഴുവാണ് ഇവിടെ ലാർവ സ്റ്റേജിലുള്ളത്. പിന്നീട് ആ പുഴു എന്തായി മാറി? പല പല സ്റ്റേജിലൂടെ, പ്യൂപ്പ സ്റ്റേജിലൂടെ കടന്ന് അവസാനമാണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ സ്വന്തം പൂമ്പാറ്റയായിട്ട് മാറുന്നത്. അപ്പൊ ഈ പറയുന്ന ജീവജാലങ്ങളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ആ ഒരു ഘട്ടമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. എല്ലാവരും ഇതുപോലെ ഒന്നും അല്ല അല്ലെ? കോഴിയുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന എന്താണ്? കോഴിക്കുഞ്ഞ് തന്നെയാണ്
തന്നെയാണ്. പക്ഷെ ചില ജീവികളുടെ കേസിൽ മാത്രമേ ഇതുപോലെ ഡിഫറൻസ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഉള്ളൂ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? മുട്ട വിരിഞ്ഞുണ്ടാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്നത് കുറച്ച് പൂമ്പാറ്റകളും അവരുടെ ഈ പറയുന്ന നമ്മുടെ പുഴു വർഗത്തിൽപ്പെട്ട ആ ഒരു സ്റ്റേജുമാണ്. ഇതിലെല്ലാം നമ്മൾ എന്താണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത്തരം പുഴുവിനെയൊക്കെ. അപ്പൊ ഇനി മുതൽ ഈ പുഴുവിനെയൊക്കെ കാണുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഒരു നല്ല ഈ കളറിലുള്ള പൂമ്പാറ്റയായിട്ട് മാറും എന്നുള്ളൊരു ബോധം ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വംശവർദ്ധനമെന്ന് വളർത്തുന്നവരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ പ്രസവിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, അപ്പൊ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്നതാണ് നമ്മുടെ സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വീണ്ടും വേറെയും കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വിച്ച് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്, പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്നു. രണ്ടാമത്തേത് അവരുടെ ശരീരത്തിൽ നമുക്ക് രോമങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് എന്താണ്? ചെവിക്കുട, അതായത് പിന്നെയുണ്ട്. ഈ 3 സ്പെഷ്യാലിറ്റി നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യത്തിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഇവിടെ ഉള്ളത്. ജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിപാരസ് അല്ലെങ്കിൽ മാമൽസ് പ്രസവിക്കുന്നവരുണ്ട്, ഒവിപാരസ് അഥവാ മുട്ടയിടുന്നവരുണ്ട്. അതിൽ പ്രസവിക്കുന്നവർ തന്നെ കരയിലുള്ളവരും വെള്ളത്തിലുള്ളവരും ഉണ്ട്. മുട്ടയിടുന്നവരെ തന്നെയാണ് നമ്മൾ പ്രാണികൾ, ഇൻസെക്ട്സ്, മത്സ്യങ്ങൾ, പിന്നെ ആംഫീബിയൻസ്, ഉഭയജീവികൾ, റെപ്റ്റൈൽസ്, ഉരകങ്ങൾ, ബേർഡ്സ്, പക്ഷികൾ എന്നൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് ആനിമൽസിന്റെ നോർമലി ഉള്ള വിശേഷണങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിശേഷണമാണ് ഫ്ലൈയിങ് മാമൽ എന്നറിയപ്പെടുന്നത്. ആരാണ് ഫ്ലൈയിങ് മാമൽ എന്ന് പറഞ്ഞാൽ വവ്വാലാണ്. അതുപോലെ തന്നെ മുട്ടയിടുന്ന സസ്തനികൾ. നോർമലി നമ്മൾ പറഞ്ഞു സസ്തനികൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുകയാണ്, പക്ഷെ ചില സസ്തനികൾ മുട്ടയിടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പ്ലാറ്റിപ്പസും എക്വിഡ്ന എന്ന് പറയുന്നത്. പിന്നെ ശരീരം മുറിഞ്ഞാലും വീണ്ടും ആ മുറിഞ്ഞ ഭാഗത്തു നിന്നും വീണ്ടും ഉണ്ടായി വന്ന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മണ്ണിര നമുക്കൊരു എക്സാമ്പിൾ ആണ്. മണ്ണിരനെ പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലനേറിയ എന്ന് പറയുന്നത്. പ്ലനേറിയ എന്ന് പറഞ്ഞാൽ ഒരു തരം പരന്ന വിരയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കടൽക്കുതിര എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിഥ്യാധാരണയാണ് കടൽക്കുതിര എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന അച്ഛനാണ് എന്ന്. അതായത് കടൽക്കുതിരയിൽ അച്ഛന്മാരാണ് പ്രസവിക്കുന്നത്, ആൺ കടൽക്കുതിരയാണ് പ്രസവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം എന്താണ്? പെൺ കടൽക്കുതിര മുട്ടയിട്ടിട്ട് അത് ആൺ കടൽക്കുതിരയുടെ സഞ്ചിയിലേക്ക് മാറ്റും. ആ സഞ്ചിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്കതൊരു പ്രസവിച്ചതായിട്ട് നമുക്ക് തോന്നും. ഇനി അതുപോലെ തന്നെ സഞ്ചി മൃഗങ്ങൾ എന്നറിയപ്പെടുന്ന കങ്കാരുവിനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. കങ്കാരു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു ചെറിയ സഞ്ചിയിലാക്കി അതിനെ പരിപാലിക്കുന്നു. പിന്നെ നമ്മൾ പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നതും നമ്മുടെ അണലിയാണ്. അണലിപ്പാമ്പ് എന്താണ്? മുട്ടയിട്ടിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മുട്ട വിരിഞ്ഞുണ്ടാവുന്നത് നമുക്ക് പ്രസവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നതാണ് നമ്മുടെ സ്വന്തം പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. പവിഴപ്പുറ്റുകൾക്ക് കുറച്ച് പ്രത്യേകതകൾ നിങ്ങൾ പഠിക്കുക. കടലിലെ മഴക്കാടുകൾ എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. പവിഴപ്പുറ്റുകളുടെ ആ ഒരു വർഷമായിട്ട് നമ്മൾ 1997 2008 നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. കുറേ ജീവജാലങ്ങളുടെ വാസകേന്ദ്രമാണ്. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് മക്കൾ എന്താണ് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ മെയിൻ ആയിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഇത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീണ്ടും കാണുക. ഇത് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എക്സാം വരികയാണ്. നമ്മുടെ 5ാം ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് എക്സാം ആണല്ലേ, ആനുവൽ എക്സാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അല്ലേ. പിന്നെ നമ്മളിത് 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി നോക്കുക. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.